വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്തിനെ കുറിച്ചിട്ടാണെന്ന് നിങ്ങൾക്ക് തമിഴിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അതെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബ്ലഷുകളെ കുറിച്ചിട്ടാണ്. അപ്പോൾ മേക്കപ്പ് യൂസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ബ്ലഷ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചീക്സിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഫേസിലേക്ക് ഒരു ഗ്ലോ ആൻഡ് കളർ കൊണ്ടുവരാനായിട്ട് ആഡ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. പക്ഷേ ഒട്ടുമിക്ക ആളുകളും നമ്മൾ സെൽഫ് മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന ടൈമിൽ ഈ ഒരു ബ്ലഷ് അപ്ലൈ ചെയ്യുന്ന ആ ഒരു ടൈം വരെയും നല്ല രീതിയിൽ മേക്കപ്പ് മുന്നോട്ട് കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ നല്ല രീതിക്ക് ഒരു ഔട്ട്പുട്ട് വന്നതിന് ശേഷം ബ്ലഷ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ മൊത്തം ഒരു റൂയിനായി പോകുന്ന ഒരു അവസ്ഥ കാണാറുണ്ട് അല്ലേ. അതായത് ഇപ്പോൾ മേക്കപ്പിൻ്റെ ബിഗിനിങ് സ്റ്റേജിലൊക്കെ എനിക്കും ഈ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. അതായത് നമ്മൾ നല്ല രീതിക്ക് മേക്കപ്പ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു ബ്ലഷ് നമ്മൾ ആപ്ലിക്കേഷൻ ചെയ്തതിന് ശേഷം നമ്മുടെ സ്കിൻ ടോണിന് ചേരായുക അല്ലെങ്കിൽ നമുക്ക് സ്യൂട്ടാകാത്ത പോലെ തോന്നുക. നമ്മൾ ഈ മൂവീസിലൊക്കെ കാണുന്ന പോലെ ജോക്കറിൻ്റെ മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ ഇവിടെ ഭയങ്കരമായിട്ട് ഹെവി ബ്ലഷ് ഒക്കെ ഇട്ടിട്ട് ആ ഒരു രീതിയിൽ ഒരു എന്താ പറയുക, ഒരു ക്ലൗൺ പോലെ നമുക്ക് നമ്മളെ തന്നെ ഫീൽ ചെയ്യാറുണ്ട്. എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ. കാരണം പലപ്പോഴും ബ്ലഷ് ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി കൂടിപ്പോയിട്ടായിരിക്കും. മിക്കപ്പോഴും എനിക്ക് സംഭവിക്കാറുള്ളതെന്ന് വെച്ചാൽ എൻ്റെ ഫേസിന് ചേരാത്ത ഒരു കളറൊക്കെ അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ സംഭവിക്കുന്ന അബദ്ധങ്ങളാണ് എനിക്ക് മിക്കപ്പോഴും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് പേർക്കും ഈ ഒരു അബദ്ധം സംഭവിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ നമുക്ക് ബ്ലഷ് അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിന് ചേരുന്നില്ല എന്നൊക്കെയുള്ള ആ ഒരു ഇത് നമുക്ക് തോന്നിയിട്ടുണ്ടാവും. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു സ്കിൻ ടോണിന് അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ അണ്ടർ ടോണിന് ചേരാത്ത ടൈപ്പ് ഓഫ് ബ്ലഷ് കളേഴ്സ് നമ്മൾ ചൂസ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ സംഭവിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് ഇതിനെ എങ്ങനെ നമുക്ക് നമ്മുടെ സ്കിൻ ടോണിനനുസരിച്ച് എങ്ങനെ നമുക്ക് ബ്ലഷ് അല്ലെങ്കിൽ ബ്ലഷിൻ്റെ ഷെയ്ഡ് കണ്ടുപിടിക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. സോ വിതൗട്ട് ഗെറ്റിംഗ് ഫർദർ ഡിലേ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു സ്കിൻ ടോണിനനുസരിച്ച് എങ്ങനെ നമുക്ക് ഈ ഒരു ഷെയ്ഡ് തിരഞ്ഞെടുക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലർക്കൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാവും. സ്കിൻ ടോൺ നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ അണ്ടർ ടോൺ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചൊരു ഐഡിയ കിട്ടും എങ്ങനെ നമ്മുടെ സ്കിന്നിൻ്റെ അണ്ടർ ടോൺ നമുക്ക് തിരഞ്ഞെടുക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ട്. അപ്പോൾ ഇനി നമുക്ക് ബ്ലഷസിനെ കുറിച്ച് പറയാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു കുറച്ച് ഫെയർ സൈഡിലേക്കുള്ള സ്കിൻ ടോണുള്ള അല്ലെങ്കിൽ സ്കിന്നിൻ്റെ അണ്ടർ ടോണുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് എങ്ങനെ ബ്ലഷ് തിരഞ്ഞെടുക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ഫെയർ സൈഡിലേക്ക് സ്കിൻ ടോണുള്ള ആൾക്കാർ ബ്ലഷസ് ചൂസ് ചെയ്യുമ്പോൾ ഒരിക്കലും ഡാർക്ക് അല്ലെങ്കിൽ ബ്രൈറ്റ് കൈൻഡ് ഓഫ് ഷെയ്ഡ്സ് ചൂസ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് ചൂസ് ചെയ്യുന്നതുകൊണ്ടുള്ളൊരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫെയർ ആയിട്ടുള്ളൊരു സ്കിന്നിൽ നമുക്ക് എല്ലാ ഫീച്ചേഴ്സും ഇങ്ങനെ എടുത്ത് അറിയിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് സ്കിന്നാണ്. അതായത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പോലും അത് വളരെ പെട്ടെന്ന്, അതായത് കുറച്ചൊന്ന് ഡാർക്കർ സൈഡിലേക്ക് അല്ലെങ്കിൽ മീഡിയം സൈഡിലേക്ക് വരുമ്പോൾ ഉള്ളതിനേക്കാൾ അപേക്ഷിച്ച് ഈ ഫെയർ സ്കിൻ ടോണിൽ എന്തെങ്കിലുമൊക്കെ സ്കിന്നിലുള്ള മിസ്റ്റേക്സ് എളുപ്പത്തിൽ തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഡാർക്കർ കളേഴ്സ് അല്ലെങ്കിൽ ബ്രൈറ്റർ കളർ ഓഫ് നമ്മൾ ബ്ലഷസ് അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും നമ്മുടെ സ്കിന്നിലുള്ള എന്തെങ്കിലും ഒരു ഇംപെർഫെക്ഷൻ അല്ലെങ്കിൽ സ്കിന്നിൻ്റെ എന്തെങ്കിലും ഒരു ഡിസഡ്വാൻറ്റേജ് നമുക്കിങ്ങനെ എൻഹാൻസ് ചെയ്ത് എടുത്ത് കാണിക്കാനായിട്ട് ഇങ്ങനെയുള്ള ഷെയ്ഡ്സൊക്കെ കാരണമാകും. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും ഡാർക്ക് അല്ലെങ്കിൽ ബ്രൈറ്റ് കളേഴ്സ് യൂസ് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് വന്നിട്ട് സോഫ്റ്റ് കൈൻഡ് ഓഫ് കളേഴ്സ്, അതായത് പീച്ച്, സോഫ്റ്റ് പിങ്ക്, കോറൽ, ഈ ടൈപ്പ് ഓഫ് കളറിലുള്ള ബ്ലഷുകൾ ഓപ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെയുള്ള കളേഴ്സ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ഓവറോൾ ലുക്കിൽ ഒരു ഫ്രഷ് അല്ലെങ്കിൽ റേഡിയൻറ്റ് ലുക്ക് കൊണ്ടുവരാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഇനി നിങ്ങളൊരു മീഡിയം സ്കിൻ ടോണിൽ അല്ലെങ്കിൽ ഒരു മീഡിയം റേഞ്ച് ഓഫ് സ്കിൻ ടോണിലേക്ക് വരുമ്പോൾ ആ ഒരു റേഞ്ചിലുള്ള ഒരാൾക്കാരാണ് നിങ്ങളെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു കൈൻഡ് ഓഫ് സ്കിൻ ടോൺ ഉള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സ് ഉള്ളൊരു ബ്ലഷ് ചൂസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഈ ഒരു സ്കിന്നിൻ്റെ ഈ ഒരു വാം അണ്ടർ ടോണിനെയൊക്കെ കുറച്ചുകൂടി ഒന്ന് എൻഹാൻസ് ചെയ്യാനായിട്ട് ഇത്തരത്തിലുള്ള വൈബ്രൻറ്റ് ഷെയ്ഡ്സ് സഹായിക്കും. മോവ്, ബ്രൈറ്റ് പിങ്ക്, അതുപോലെ തന്നെ ഡീപ്പ് പീച്ച്, ഇങ്ങനെയുള്ള ഷെയ്ഡ്സിലുള്ള ഈ ബ്ലഷസ് ഒക്കെ തന്നെ മീഡിയം ഷെയ്ഡ്സിലുള്ള അല്ലെങ്കിൽ മീഡിയം ഷെയ്ഡ് ഓഫ് അണ്ടർ ടോൺ ഉള്ള ആൾക്കാർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നവയാണ്. ഇങ്ങനെയുള്ള കളേഴ്സ് വന്നിട്ട് നമ്മുടെ ഫേസിൻ്റെ ഡയമെൻഷനൊക്കെ തന്നെ ഒന്നുകൂടി ഇൻക്രീസ് ചെയ്യുകയും അതുപോലെ തന്നെ നമ്മുടെ ചീക്ക് ബോൺസിനെയൊക്കെ ഒന്നുകൂടി ഒന്ന് പോപ്പ് ചെയ്ത് നിർത്താനായിട്ട് അല്ലെങ്കിൽ അതിനെ ഒന്ന് എടുത്ത് കാണിക്കുന്ന രീതിയിൽ നിർത്താനും സഹായിക്കും. നിങ്ങളൊരു ഡാർക്കർ സൈഡിലേക്ക്, അതായത് കുറച്ച് ഡാർക്ക് ഡീപ്പ് ടോൺ അണ്ടർ ടോൺ സ്കിന്നുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ബോൾഡ് കളേഴ്സ് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. ഇത് നമ്മുടെ ആ ഒരു സ്കിന്നിൻ്റെ അണ്ടർ ടോണിനെ ഈവൻ മോർ ബ്യൂട്ടിഫുൾ ആക്കും. കുറച്ചുകൂടി ബോൾഡ് ആയിട്ടുള്ള ആ ഒരു ബ്ലഷസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആ ഒരു അണ്ടർ ടോണിനെ എന്താ പറയുക, ഒരു നാച്ചുറലി ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് അത് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് വന്നിട്ട് ഓറഞ്ച്, ഡാർക്ക് പിങ്ക്, ഫ്യൂഷ്യ പോലുള്ള ഷെയ്ഡ് ഓഫ് ബ്ലഷസ് ആണ് ഏറ്റവും സ്യൂട്ട് ആവുക. അങ്ങനെയുള്ള കളേഴ്സ് ചൂസ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെയുള്ള കളേഴ്സ് വന്നിട്ട് ഒരു ഡ്രമാറ്റിക് എഫക്റ്റ് കൊണ്ടുവരാനും അതുപോലെ തന്നെ നമ്മുടെ ഫേഷ്യൽ ഫീച്ചേഴ്സിനെ എൻഹാൻസ് ചെയ്യാനും സഹായിക്കും. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ സ്കിൻ ടോണിനനുസരിച്ച്
കണ്ടുപിടിച്ച് നമുക്ക് ബ്ലഷസ് ചൂസ് ചെയ്യാനുള്ള കുറച്ച് ജനറൽ ആയിട്ടുള്ള ടിപ്സാണ് ഇതൊക്കെ. ഇങ്ങനെ മാത്രമല്ല നമുക്ക് ഇത് ഈ ഒരു കളേഴ്സ് വെച്ചിട്ട് നമുക്ക് വീണ്ടും ഒരുപാട് രീതിയിൽ നമുക്ക് പ്ലേ ചെയ്ത് നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള ഷെയ്ഡ്സ് ഒക്കെ കൊണ്ടുവന്ന് നമുക്ക് എന്താ പറയുക ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് മിക്സ് ചെയ്ത് നമുക്ക് നമ്മുടെ ഒരു കസ്റ്റം ഷെയ്ഡും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. മേക്കപ്പ് എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ, പ്ലേയിങ് വിത്ത് കളേഴ്സ് ആണ്. നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് നമുക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്ത് ഒരുപാട് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ സാധിക്കും. ഒരുപാട് എക്സ്പെരിമെൻറ്റ് ചെയ്ത് നമുക്ക് പുതിയ പുതിയ ഷെയ്ഡ്സ് കണ്ടുപിടിച്ച് നമുക്ക് കുറച്ചുകൂടി സ്യൂട്ടാവുന്ന കളേഴ്സ് നമുക്ക് തന്നെ കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ അങ്ങനെയും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.